പുസ്തകോത്സവ വേദിയിൽ 4ാം ഭാഗത്തിൽ ഇന്ന് കോഴിക്കോട് ലിപി പബ്ലിക്കേഷൻസിൻ്റെ 4 പുസ്തകങ്ങൾ ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. ഈ കർമ്മത്തിന് എത്തിയിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രകാശനം ചെയ്യുന്നത് ബൈലൈൻ ഓർമ്മയിലെ താളുകൾ, ആൻ്റണി കണയംപ്ലാക്കൽ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. ലോക സാഹിത്യ പൈതൃക നഗരമായ കോഴിക്കോട് നിന്നാണ് ലിപി പബ്ലിക്കേഷൻസ് ഈ പ്രകാശന കർമ്മത്തിന് എത്തിയിട്ടുള്ള അത്. ഒന്ന് ജയകുമാർ സാറ്, ഈ നാടിൻ്റെ മണൽത്തരിക്ക് പോലും സുപരിചിതനായ ഉദ്യോഗസ്ഥ തലത്തിലും രചനാതലത്തിലും മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത ആളാണ് അദ്ദേഹം. അതുമാത്രമല്ല, മലയാളവുമായി അദ്ദേഹം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു, ആഴത്തിൽ അമർന്നിരിക്കുന്നു. കേരളത്തിന് ഒരു മലയാള സർവകലാശാല സംഭാവന ചെയ്തതിന് ചാലകശക്തിയായത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുകയും അതിൻ്റെ പ്രഥമ വൈസ് ചാൻസലറായി തീരുകയും ചെയ്തത് ജയകുമാർ സാറാണ്. ജയകുമാർ സാറിനെ ലിപിക്ക് വേണ്ടിയും ഇവിടെ കൂടിയ എല്ലാവർക്കും വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഈ വേദിയിലുള്ളത് മോഹൻകുമാർ സാറാണ്. മോഹൻകുമാർ സാറും ഉദ്യോഗസ്ഥ മേഖലയിൽ വിരാജിച്ച ആളാണ്. അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിന് വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത മോഹൻകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ ബൈലൈൻ എന്ന് പറയുന്ന പുസ്തകം സ്വീകരിക്കുന്നത് ജോൺ മുണ്ടക്കയം, പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകനാണ്, പത്രലേഖകനാണ്. അതുപോലെ ആ ബൈലൈൻ എന്ന പുസ്തകത്തിൻ്റെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് മരങ്ങോലി സാറാണ്. അദ്ദേഹത്തെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നാം പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ബൈലൈൻ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. അതിനായി ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഇത് സ്വീകരിക്കാൻ ജോൺ മുണ്ടക്കയം അവർകളെയും ആദരവോടെ ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം നിർവഹിച്ച ജയകുമാർ സാർ നമ്മോട് സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വലിയ പ്രഭാഷണം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. ആകെ 25 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. ഇതൊരു നല്ല പരിപാടിയാണ്. എല്ലാ പരിപാടിയിലും ഇത് കൊണ്ടുവയ്ക്കണം. ഈ പുസ്തകം ബൈലൈൻ 3 ഓർമ്മയിലെ താളുകൾ എന്ന പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മലയാള മനോരമയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഏതാണ്ട് 10 പേരുടെ 17 പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് അതിൻ്റെ പിന്നീട് വന്ന തലമുറയിൽപ്പെട്ട പത്രപ്രവർത്തകരും സുഹൃത്തുക്കളും അവരെ അനുസ്മരിക്കുകയാണ്. ഈ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള നാടകത്തിൽ മാർക്ക് ആൻ്റണിയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രഭാഷണമുണ്ട്, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നാരംഭിക്കുന്ന പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ഈ അധ്യാപകനല്ലാത്തതുകൊണ്ട് ചിലത് മറന്നുപോകും, അധ്യാപകർക്ക് ഓർമ്മ വരും. അതിനകത്ത് പറയുന്നുണ്ട്, the good that men do live, the evil that men do live after them, the evil that men do live after them, but the good is oft interred with their bones. മനുഷ്യൻ ചെയ്യുന്ന തിന്മയൊക്കെ അവൻ്റെ മരണത്തിനും അതിജീവിച്ച് നിൽക്കും, എന്നാൽ അവൻ ചെയ്യുന്ന നന്മയൊക്കെ അവൻ്റെ ശരീരത്തോടൊപ്പം മറവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒരു ലോകധർമ്മമായി ഷേക്സ്പിയർ അതിനകത്ത് മാർക്ക് ആൻ്റണിയെ കൊണ്ട് പറയുന്നത്. ശരിയാണ്. കാരണം നമുക്ക് പാര വെച്ചിട്ട് പോയി ഒരുത്തം മരിച്ചാലും നമ്മൾ പാര മറക്കുകയല്ല, അവൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കുകയുമില്ല. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻറ്റേർഡ് വിത്ത് ദെയർ ബോൺസ്, ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ് ആഫ്റ്റർ ദെം. അതാണ് ലോകധർമ്മം. ആ ധർമ്മത്തിന് വിരുദ്ധമായി
തങ്ങളോടൊപ്പം പ്രവർത്തിച്ചവർ, തങ്ങൾ മനോരമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ജോലി ചെയ്തവർ, അവരുടെയൊക്കെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി നോക്കിക്കണ്ട് അവരുടെ സംഭാവനകളെ വിലയിരുത്താൻ അനന്തര തലമുറ വളരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി അല്ലെങ്കിൽ ഒരു കൃതജ്ഞതാ നിർഭരമായ മനസ്സോടുകൂടി അവർ നമുക്ക് തന്നിട്ട് പോയ അനുഭവങ്ങൾ, ജ്ഞാനത്തെപ്പറ്റി, അറിവിനെ പറ്റിയൊക്കെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെപ്പറ്റിയൊക്കെ തന്നെ ഓർത്തെടുത്ത് ഒരു കൃതജ്ഞതാപൂർവമായി സമർപ്പിക്കുന്ന ഒരു പുസ്തകമായി ഞാനിതിനെ കാണുന്നു. ഇത് മലയാള മനോരമ എന്ന സ്ഥാപനത്തിൻ്റെ ഒരു മൂല്യബോധത്തിൻ്റെ കൂടി പ്രതിഫലനമാണ്. കാരണം ഒരിക്കൽ റിട്ടയർ ചെയ്ത് പോയാൽ പിന്നെ അവരായി അവരുടെ പാടായി എന്ന വിചാരത്തിനപ്പുറത്തേക്ക് വൺസ് എ ഫാമിലി മെമ്പർ ഓൾവേസ് എ ഫാമിലി മെമ്പർ എന്ന് പറയുന്ന മലയാള മനോരമയുടെ ഒരു മൂല്യബോധം ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പിന്നിലും പ്രചോദനമായി ഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയവരെ, മൺമറഞ്ഞു പോയവരെ ഓർക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കട്ടെ. ദ ഗുഡ് മേ നോട്ട് ബി ഇൻറ്റേർഡ് വിത്ത് ദെയർ ബോൺസ്, അവരുടെ നന്മകളൊക്കെ അവരോടൊപ്പം വിസ്മൃതമാകാതിരിക്കട്ടെ നമുക്കിടയിലും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ പുസ്തകം നല്ല വായനാനുഭവമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയകുമാർ സാറിന് നന്ദി. പ്രകാശിപ്പിക്കുക എന്നാൽ വെളിച്ചത്തിലാക്കുക എന്നുള്ളതാണ്. പുസ്തകങ്ങൾ മാനവ സംസ്കാരത്തിൻ്റെ നിധിശേഖരങ്ങളാണ്. അത്തരം നിധിശേഖരങ്ങളുടെ വസന്തമാണ് ഇവിടെ. അടുത്തതായി ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ജോൺ മുണ്ടക്കയം അവർ നമ്മളോട് സംസാരിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്നവരെ വേണ്ട പോലെ അഭിസംബോധന ചെയ്ത് ആദരിക്കാൻ പോലും ഈ സമയമാപിനി എന്നെ സമ്മതിക്കുന്നില്ല. എന്നെ വളരെ എന്നെ രൂക്ഷമായി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ്. ഈ പുസ്തകം ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ മലയാള മനോരമ പത്രത്തിൽ ദീർഘകാലം ജോലി ചെയ്ത കഴിഞ്ഞ തലമുറയിൽപ്പെട്ട പ്രമുഖരായ പത്രപ്രവർത്തകർ, എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ജോലി ചെയ്ത ആൾക്കാർ, മൺമറഞ്ഞു പോയവർ, അങ്ങനെയുള്ള 17 പേരുടെ ജീവിതം പറയുന്ന പുസ്തകമാണിത്. നിങ്ങൾക്കറിയാം, പത്രത്തിൽ ബൈലൈനാണ് പത്രക്കാരൻ്റെ ഐഡൻറ്റിറ്റി. നമ്മൾ പത്രം തുടങ്ങിയ കാലത്ത് ഒരു പത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഡൻറ്റിറ്റി പത്രാധിപർ മാത്രമായിരുന്നു. അന്ന് വേറെ ആരുമില്ല. സ്വന്തം ലേഖകൻ എന്നല്ലാതെ വേറൊരു തരത്തിലും ഒരു ലേഖകനും അറിയപ്പെട്ടില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം, ഡൽഹിയും പോലെയുള്ള തലസ്ഥാനം, രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെയും സംസ്ഥാന തലസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലേഖകൻ്റെ മാത്രം പേരുകൾ പത്രത്തിൽ അച്ചടിച്ച് വന്നിരുന്ന കാലമുണ്ട്. അതും കഴിഞ്ഞ ശേഷമാണ് ഏകദേശം ഒരു അരനൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ളൂ ഈ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ പേരുകൾ പത്രത്തിൽ അച്ചടിച്ച് വന്നത്, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി പത്രത്തിൽ വന്നു തുടങ്ങിയത്. അപ്പം അങ്ങനെ വന്നപ്പോൾ മാത്രമാണ് പത്രത്തിൽ ജോലി ചെയ്യുന്ന പത്രാധിപർക്ക് അതീതമായിട്ട് കുറേ ആളുകൾ, അതിന് പ്രധാനമായിട്ടും അങ്ങനെ ഐഡൻറ്റിറ്റിക്ക് വഴിയൊരുക്കിയത് പണ്ടൊക്കെ പത്രങ്ങളിൽ വാർത്ത എന്ന് പറഞ്ഞാൽ സർക്കാർ നൽകുന്ന വാർത്തകളും സംഭവങ്ങളും മാത്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് പത്രലേഖകർ തന്നെ വാർത്തകൾ കണ്ടെത്തുകയും മറ്റ് പത്രങ്ങൾക്കില്ലാത്ത വാർത്തകൾ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുകയും അങ്ങനെ വായനക്കാരെ ആകർഷിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബൈലൈൻ വന്നത്. അപ്പോൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ, പുതിയ വാർത്തകൾ കണ്ടെത്തുന്ന ഒരു പത്രപ്രവർത്തകൻ, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബൈലൈൻ കൊടുക്കും. അപ്പോൾ അന്നൊക്കെ ഒരു ബൈലൈൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മന്ന വീഴുന്നത് പോലെയാണ്. കാരണം എല്ലാ ദിവസവും ഒന്നും ബൈലൈൻ കിട്ടത്തില്ല. നമ്മളൊരു വാർത്ത എഴുതി കഴിഞ്ഞാൽ ആ ശ്രീ KV മോഹൻകുമാറിനെ പോലെ ആൾ കുറേ കാലം പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്ത ആളാണ്, അദ്ദേഹത്തിനൊക്കെ അതറിയാം. ഒരു ബൈലൈൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവമായിരുന്നു അന്ന്. അപ്പം നല്ലൊരു വാർത്തയ്ക്ക് മാത്രമേ ബൈലൈൻ തരികയുള്ളൂ. പ്രത്യേകിച്ച് മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ ഒരു ബൈലൈൻ കിട്ടുമ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയാണ്. പക്ഷേ കാലക്രമേണ അത് മാറി. ഇപ്പോൾ ഈ വിഷ്വൽ മീഡിയയുടെ കാലം വന്നതോടെ, ചാനലുകൾ വന്നതോടെ നേരത്തെ ബൈലൈൻ്റെ സ്ഥാനത്തേക്ക് ആ ഐഡൻറ്റിറ്റി വ്യക്തികൾ തന്നെ അവരുടെ രൂപത്തോടു കൂടി പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പണ്ട് ബൈലൈൻ ആണെങ്കിൽ ഇന്നൊരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അയാളുടെ മുഖവും ശബ്ദവുമാണ്. അപ്പോൾ ഇന്ന് മാത്രമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾ ബൈലൈനിലാണ്, അല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾ ഐഡൻറ്റിറ്റിയിലാണ്. അത് വന്നതോടുകൂടി ഈ ഐഡൻറ്റിറ്റി എന്നുള്ള വാക്കിൻ്റെ പ്രസക്തി ഒത്തിരി കുറഞ്ഞു പോയി. പ്രത്യേകിച്ച് പത്രത്തിൽ ബൈലൈനൊന്നും പ്രസക്തിയില്ല. കാരണം പത്രത്തിൽ ബൈലൈനുള്ള ആളുകളുടെ പേര് മാത്രമേ ഉള്ളൂ, ഒരു മുഖം പോലുമില്ല. മാബനിയിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഒരൊറ്റ ചെറിയ കാര്യം ഞാൻ
പറയാം. പണ്ട് ഒരിക്കൽ വന്ന ഒരു കത്ത് ശ്രീ KR ചുമ്മാറിനെ കുറിച്ച്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായ വളരെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ നല്ലൊരു എഴുത്തുകാരനായ പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഒരാളുടെ ഒരു വായനക്കാരൻ എഴുതിയിരിക്കുകയാണ്, ശ്രീ KR ചുമ്മാർ, അങ്ങയുടെ ലേഖനങ്ങൾ ഞാൻ വളരെ ആസ്വദിച്ച് വായിക്കാറുണ്ട്. വളരെ നല്ല നിരീക്ഷണമാണ്. അങ്ങയുടെ വായനയുടെ ശൈലി വായിക്കുമ്പോൾ അങ്ങേര് വളരെ സുന്ദരനാണെന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് 10-60 വയസ്സുണ്ട്. അപ്പോൾ അങ്ങനെ വായനയിലൂടെ ഭാഷയിലൂടെ ഒക്കെ ഒരു എഴുത്തുകാരൻ്റെ രൂപവും ഭാവവും സൗന്ദര്യമൊക്കെ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ റിപ്പോർട്ടർമാരുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലത്ത് മനോരമയിൽ ജീവിച്ചിരുന്ന ഒരുപക്ഷെ പലരും മനോരമയിലായിരുന്നു എന്ന് പോലും അറിയാത്ത, ഉദാഹരണത്തിന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി മനോരമയിൽ ജോലി ചെയ്തായിരുന്നു എത്ര പേർക്കറിയാം. പിന്നെ ജോസഫ് നമ്മുടെ യുക്തിവാദിയായ ജോസഫ് ഇടമറുക്, അദ്ദേഹം മനോരമയിൽ ഒരു പത്രാധിപ സമിതി അംഗമായിരുന്നു എത്ര പേർക്കറിയാം. അങ്ങനെയുള്ള 17 പേരുടെ മലയാള മനോരമയുടെ തിരുവനന്തപുരത്തെ റെസിഡന്റ് എഡിറ്ററായിരുന്ന P. അരവിന്ദാക്ഷൻ, അങ്ങനെയുള്ള നമ്മളെ വിട്ടുപോയ പത്രപ്രവർത്തകരുടെ, അത് പ്രായമെത്തിയ ശേഷം വിട്ടുപോയവരും ചെറുപ്പത്തിൽ വിട്ടുപോയവരും, ശ്രീ KV മോഹൻകുമാറിനോടൊപ്പം മനോരമയിൽ കയറുകയും ഇടക്കാലത്ത് അദ്ദേഹം വിട്ടുപോവുകയും ചെയ്ത പിന്നെ നമ്മുടെ സന്തോഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, അദ്ദേഹത്തെ ഇപ്പോൾ എല്ലാവരും മറന്നുപോയി. പക്ഷേ ഈ ബൈലൈനിലൂടെ ഇതിലൂടെ മോഹൻകുമാർ തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന, ഈ വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് വഴി ഒരു കാലഘട്ടത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് വഴി ഒരു കാലഘട്ടത്തിലെ പത്രപ്രവർത്തനത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് വഴി പ്രിൻ്റ് മീഡിയയുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് വരുന്നത്. ഈ 17 പത്രലേഖകരുടെ, വളരെ പ്രമുഖരും അത്രയൊന്നും പ്രമുഖരല്ലാത്തതുമായ 17 പത്രലേഖകരുടെ ഈ കുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ വളരെ നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചും വളരെയേറെ നിർണായകമായ, വളരെയേറെ രസകരമായ, വളരെയേറെ ആസ്വാദ്യമായ ഒട്ടേറെ അനുഭവങ്ങളും വാർത്തകളും അതെല്ലാം വളരെ നല്ല ഭാഷയിൽ വളരെ മനോഹരമായിട്ട് എല്ലാവരും എഴുതിയിട്ടുമുണ്ട്. അതാണ് ഈ പുസ്തകം. ശ്രീ ആൻ്റണി കണിയാംബ്ലാക്കിൽ എന്ന് പറയുന്ന മനോരമയുടെ മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്ന, മാനേജ്മെൻറ്റിൽ പിന്നെ ജനറൽ മാനേജരായിട്ട് ജോലി ചെയ്ത അദ്ദേഹമാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, സുഖമില്ലാത്തതുകൊണ്ട്. അദ്ദേഹം ആണ് ഇവിടെ പ്രധാനമായിട്ടും വന്ന് നിൽക്കേണ്ടിയിരുന്ന വ്യക്തി. അദ്ദേഹം എഡിറ്റ് ചെയ്ത ഈ ഒരു പരമ്പരയുടെ ഒരു സീരീസിൻ്റെ 3ാമത്തെ എഡിഷനാണിത്. ഈ എഡിഷനിൽ 17 പേർ. ഇതിനു മുമ്പായിട്ട് നിരവധി 2 ഫസ്റ്റ് സെക്കൻഡ് 2 ബൈലൈൻ പുസ്തകങ്ങളിലായിട്ട് കുറേയേറെ പത്രപ്രവർത്തകരുടെ വിവരങ്ങളടങ്ങുന്ന ഒരു പുസ്തകമാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കാനാണ്. ലിബിയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കഴിഞ്ഞ കാലത്ത് നമ്മുടെ മാധ്യമരംഗത്ത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ മാറ്റത്തിന് വേണ്ടി ഒക്കെ പ്രവർത്തിച്ച കുറേ പത്രപ്രവർത്തകരുടെ അവരുടെ ഓർമ്മകൾ നിലനിർത്താനും സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് അനുസ്മരിക്കാനും അവരുടെ സേവനങ്ങൾക്ക് നന്ദി പറയാനും കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ പുസ്തകവും ഈ ചടങ്ങും. അതുകൊണ്ട് ഈ ചടങ്ങിന് എത്തിയ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സമയം വൈകുന്നു. ഇനി 16 മിനിറ്റേ ഉള്ളൂ. ഇനിയും 1-2 പേര് കൂടെ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജോൺ മുണ്ടക്കയം സാർ. 17 പേരുടെ ജീവിതം ബൈലൈൻ 3ാം ഭാഗത്തിലൂടെ ആ 17 പേരും തങ്ങളുടെ ധൈഷണിക ശക്തി ഈ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിനും അവബോധത്തിനും ചെലവഴിച്ച കഥയാണ് ഈ പുസ്തകത്തിലൂടെ. ഈ മഹത്തായ പ്രകാശന കർമ്മത്തിൽ അടുത്തതായി സംസാരിക്കുന്നത് ഡോക്ടർ ജോർജ് മരങ്ങോലി സാറാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടും ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ആവിഷ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഈ ബൈലൈൻ 3 എന്ന് പറയുന്ന ഗ്രന്ഥം ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ഒരു ചരിത്രത്തിൻ്റെ പുനരാവിഷ്കരണമാണ്. മൺമറഞ്ഞു പോയ മലയാള മനോരമയുടെ പത്രപ്രവർത്തകരെ ഇത്രമാത്രം സ്നേഹിക്കുകയും ഇത്രമാത്രം അതിഗംഭീരമായി അവരുടെ ചരിത്രം സുവർണ ലിപികളിൽ എഴുതപ്പെടുകയും ചെയ്യുന്ന ഒരു അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് ഈ ബൈലൈൻ 3. ഇത് വെറുമൊരു ഓർമ്മക്കുറിപ്പല്ല, മറിച്ച് പത്രപ്രവർത്തകരുടെയും പത്രപ്രവർത്തനത്തിൻ്റെയും
ചരിത്രത്തിൻ്റെ ഒരു നാൾ വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ അവരുടെ പര്യവേഷണങ്ങളിൽ ഈ ഗ്രന്ഥം വളരെയധികം പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇത് തീർച്ചയായിട്ടും ഒരു നല്ല സമാഹാരമായി പല ഗ്രന്ഥശാലകളിലും നിലകൊള്ളും എന്നും എനിക്ക് ഉറപ്പുണ്ട്. ഞാനീ പുസ്തകമായിട്ട് ബന്ധപ്പെടാൻ കാരണം എൻ്റെ അങ്കിള് ശ്രീ വി എം മരങ്ങോലി, മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്ന വി എം മരങ്ങോലിയുടെ നെഫ്യൂ ആണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ എഡിറ്റർ ശ്രീ ആൻ്റണി കണിയമ്പറം പ്ലാക്കൽ എന്നോട് പറഞ്ഞിങ്ങനെ മരങ്ങോലിയെക്കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഒരു അങ്കിൾ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ ഒരു മെൻറ്റർ അല്ല ഒരു മാർഗദർശി എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി എന്നെ ഒരു എഴുത്തുകാരനാക്കിയ, കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് 47 പുസ്തകങ്ങൾ വരെ ഞാനിപ്പോൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയിൽ ആദ്യമായിട്ടൊരു മലയാളം പത്രം തുടങ്ങാൻ 1979 ശങ്കൂറ്റം കാണിച്ച എനിക്ക് സത്യത്തിൽ പ്രചോദനം നൽകുന്നത് ഈ വി എം മരങ്ങൊല്ലി എന്ന് പറഞ്ഞ എൻ്റെ അങ്കിളാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ തുടർന്നുകൊണ്ട് പോയ എനിക്ക് ഇതിങ്ങനെ ഒരു അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ വളരെ സാധിച്ചു എന്നത് തികച്ചും ആത്മസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പോയിട്ട് വർഷങ്ങളായ 2010 നവംബർ 7 അദ്ദേഹം നമ്മളോടൊക്കെ ഇവിടെ പറഞ്ഞു പോയത്. ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർക്കുകയാണ്. നവംബർ 8 മലയാള മനോരമയിൽ നമ്മൾക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ തോമസ് ജേക്കബ് സാറ് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഞങ്ങൾ ഒരു ചരിത്രത്തോട് വിട പറയുകയാണ് എന്ന് മരങ്ങോലിയെക്കുറിച്ച് എഴുതിയതാണ്. അപ്പം ഞാനിന്ന് ആലോചിച്ചപ്പോൾ ആ വിട പറഞ്ഞ ചരിത്രങ്ങളെല്ലാം വീണ്ടും പുനർജീവിപ്പിക്കുകയാണ് ഇന്ന് ഈ ബൈലൈൻ 3 ചെയ്തിരിക്കുന്നത്. അതിന് ശ്രീ ആൻ്റണി കണിയം പ്ലാക്കലിന് തീർച്ചയായിട്ടും അഭിനന്ദനം നൽകേണ്ടതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കൂട്ടത്തിൽ എനിക്കിവിടെ വന്ന് 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം തന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി 2 പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ആത്മസത്രത്തിലെ കെടാവിളക്ക് PK ഗോപി സാറിൻ്റെ കവിതാ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് മോഹൻകുമാർ സാറാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് വള്ളിക്കാവ് മോഹൻദാസ് സാറാണ്. അതിനു മുമ്പായി ഈ ബൈലൈൻ എന്ന പുസ്തകത്തെക്കുറിച്ച് ലിബിൻ രാജ് നമ്മോട് സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഈ പുസ്തകത്തിലെ എല്ലാ ലേഖനങ്ങളും ഞാൻ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വരെ വായിച്ചു തീർക്കുകയുണ്ടായി. വളരെ മനോഹരമായ പുസ്തകമാണ്. നിങ്ങൾക്ക് ഏവർക്കും കേട്ടിട്ടുള്ളതുപോലെ തന്നെ ജേർണലിസത്തിൻ്റെ തുടക്കകാലത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിട്ട്, പകുതി വെള്ളം നിറച്ചു വെച്ചിട്ട് 2 പേർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ആ ഗ്ലാസ്സിൽ പകുതി വെള്ളമേ ഉള്ളൂ, പകുതി ഭാഗം ശൂന്യമാണ് എന്ന് പറഞ്ഞൊരു കാലത്താണ് 2 റിപ്പോർട്ടർമാർ ചരിത്രത്തിൽ ഉണ്ടായത് എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ഗ്ലാസിൻ്റെ പകുതി നിറഞ്ഞിരിക്കുന്നു, മറുപകുതി ശൂന്യമാണ്. പക്ഷേ ഗ്ലാസ്സിലുള്ളത് വെള്ളമാണോ എന്നുള്ള തർക്കം ആദ്യമായി ഉന്നയിച്ച ആളെയാണ് എഡിറ്റർ എന്ന് ചരിത്രത്തിൽ വിളിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, ജേർണലിസത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് അറിയാം. ഇപ്പം ജേർണലിസ്റ്റുകളെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത്, ജേർണലിസ്റ്റുകൾ എന്ത് കാര്യം ചോദിച്ചാലും, ഒരുപക്ഷെ ജേർണലിസ്റ്റുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോലും O നെഗറ്റീവാണ് എന്ന് പൊതുവേ പറയാറുണ്ട്. എന്ത് ചോദിച്ചാലും ഓ അങ്ങനെയാണോ, പിന്നെ അടുത്തത് നെഗറ്റീവാണ്. കാരണം ഈ നെഗറ്റീവിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പിൽ ഒന്നാണ് ജേർണലിസ്റ്റുകൾ. ഇനി വീട്ടിലെ ഒരു ബൾബ് പോലും മാറ്റിയിടണമെങ്കിൽ അതിൽ യുക്തി പരതുന്ന ആളുകളാണ് ജേർണലിസ്റ്റുകൾ എന്ന് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ബൾബ് മാറ്റിയിടുന്നതിന് മുമ്പായിട്ട് കറണ്ടിന് എന്താണ് പ്രശ്നം, വൈദ്യുതി വകുപ്പിന് എന്താണ് പ്രശ്നം, അവിടെ കൊടുത്ത ടെൻഡറിന് എന്താണ് പ്രശ്നം എന്നിങ്ങനെ ചുഴിഞ്ഞു പോയി പല വീടുകളിലും ബൾബ് മാറ്റാതിരുന്ന ജേർണലിസ്റ്റുകളാണ് ചരിത്രത്തിലുള്ളത്. അങ്ങനെ വീട്ടിലെ കാര്യം നോക്കാതെ നാട്ടിലെ കാര്യം നോക്കാൻ ഇറങ്ങിയവരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ മാറ്റങ്ങൾ കുറിച്ച ജേർണലിസ്റ്റുകൾ. ഈ പുസ്തകത്തിലെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ജേർണലിസ്റ്റുകളും അവർ ജീവിച്ചിരുന്ന കാലത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഇറങ്ങി നടന്നതുകൊണ്ടാണ് നമുക്ക് അവരെക്കുറിച്ച് ഓർമ്മക്കുറിപ്പുകൾ ഇറക്കേണ്ട ആവശ്യം വരുന്നത്. എന്നാൽ ഇന്ന്
ബൾബുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ബൾബിനെ പോലും എക്സ്ക്ലൂസീവ് ആകുന്ന തലത്തിലേക്ക് മാധ്യമപ്രവർത്തനം മാറുമ്പോൾ ഇത്തരം ഒരു പുസ്തകത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മഹത്തായ ചടങ്ങിൽ ലിബി പബ്ലിക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ലിബി അക്ബർ സാറുണ്ട്. അദ്ദേഹത്തെ ഔപചാരികതയ്ക്ക് വേണ്ടി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആത്മസത്രത്തിലെ കെടാവിളക്ക് PK ഗോപി സാറിൻ്റെ പുസ്തക പ്രകാശനത്തിനായി മോഹൻകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഇത് വള്ളിക്കാവ് മോഹൻദാസ് സാറാണ് ഏറ്റുവാങ്ങുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് ചെയർമാനും പ്രഗത്ഭനായ എഴുത്തുകാരനും ആണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി മറ്റൊരു പ്രകാശനമുള്ളത് മഹമ്മൂദ് മാട്ടൂലിൻ്റെ വിലയേറിയ വിഗ്രഹങ്ങൾ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മാർ കിഴിപ്പറമ്പ് ഈ വേദിയിലേക്ക് വരണം. എഴുത്തുകാരനാണ്. മഹമ്മൂദ് മാട്ടൂലിൻ്റെ വിലയേറിയ വിഗ്രഹങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിയാണ്. ഈ കൃതി മോഹൻകുമാർ സാറ് ജോൺ മുണ്ടക്കായും അവർക്ക് നൽകിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്. അതിനായി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രകാശന കർമ്മം നിർവഹിച്ച ആദരണീയനായ മോഹൻകുമാർ സാർ നമ്മോട് സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ പ്രകാശനം ചെയ്ത ആത്മസത്രത്തിലെ കെടാവിളക്ക് എന്ന പുസ്തകത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ PK ഗോപിയാണ്. റോബർട്ട് ഫ്രോസ്റ്റ് കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ കവിത എഴുത്ത് ഒരു കണ്ടെത്തലാണ്. റൈറ്റിംഗ് എ പോയം ഈസ് ഡിസ്കവറി എന്ന് ഫ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സാർത്ഥകമാക്കുന്നൊരു എഴുത്തുകാരനാണ് PK ഗോപി. അദ്ദേഹം മലയാള സാഹിത്യത്തിന് വളരെ സുപരിചിതനായൊരു എഴുത്തുകാരനാണ്. ഒരാൾ കവിത എഴുതി തുടങ്ങുന്നത് അയാളുടെ പുറം ജാലകങ്ങളിലൂടെ തുറിച്ചു നോക്കാൻ ആരംഭിക്കുന്നതാണെന്ന് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം സമൂഹത്തിലെ കാഴ്ചകൾ, വിഫലമായ കാഴ്ചകൾ കണ്ട് കവിത എഴുതുന്ന ഒരു ശ്രദ്ധേയനായ കവിയാണ് PK ഗോപി. അദ്ദേഹത്തിൻ്റെ ആത്മസത്രത്തിലെ കെടാവിളക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പ്രകാശനം ചെയ്ത ബൈലൈൻ 3 എന്ന പുസ്തകം എനിക്കും കൂടി ഒരു ആത്മാംശമുള്ളൊരു പുസ്തകമാണ്. മനോരമയിലെ മുൻ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ മുൻകാല സഹപ്രവർത്തകരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുന്ന ഒരു ഗൃഹാതുരത്വ അനുഭവമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാനും അതിലൊരു ലേഖകനാണ്. എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന PS സന്തോഷിനെ കുറിച്ച് ഞാനാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്രകാശനം ചെയ്ത എല്ലാ പുസ്തകങ്ങൾക്കും നന്മ നേർന്നുകൊണ്ട് ഈ പുസ്തകങ്ങൾ വായിക്കപ്പെടട്ടെ, പുതിയ പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മോഹൻകുമാർ സാറിന് നന്ദി. അടുത്തതായി വള്ളിക്കാവ് മോഹൻദാസ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ശ്രീ PK ഗോപിയുടെ ഒരു കൃതിയാണ് ഇവിടെ പ്രകാശിപ്പിച്ചത്. അദ്ദേഹം നമുക്കൊക്കെ അറിയുന്നത് പോലെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ വളരെ വലുതാണ്. എഴുത്തുകാരോടും, സീനിയറായിട്ടുള്ള എഴുത്തുകാരോടും, അദ്ദേഹത്തിൻ്റെ സമകാലികരായ എഴുത്തുകാരോടും പുതുതലമുറയോടും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദപരമായും പെരുമാറുന്ന ഒരു സർഗധനനായ എഴുത്തുകാരനാണ് ശ്രീ PK ഗോപി. അദ്ദേഹത്തോടൊപ്പം വ്യക്തിപരമായി യുവകലാസാഹിതി എന്ന സംഘടനയിൽ ഞങ്ങൾ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി ദീർഘകാലം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായ സൗഹൃദവും എനിക്ക് ശ്രീ PK ഗോപിയുമായിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോടാണ് താമസിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെങ്കിലും അദ്ദേഹം തെക്കൻ കേരളത്തിൻ്റെ ആളാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവിടെ പോവുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. ശ്രീ PK ഗോപിയുടെ എഴുത്തിൻ്റെ പ്രത്യേകത, ഇപ്പം ജയകുമാർ സാർ നേരത്തെ പറയുകയായിരുന്നു, നല്ല ഭാഷയാണെന്ന് പറയുകയായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് പോലും കാവ്യാത്മകമായാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത, ആ ഭാഷയിലെ നൈർമല്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ കാര്യം.
ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അത് സാഹിത്യവുമായി ബന്ധമുള്ളതല്ല, സാഹിത്യബാഹ്യമായ കാര്യമാണ്. അദ്ദേഹം ഹെൽത്ത് സർവീസിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം വോളണ്ടറി ആയിട്ട് ആവശ്യപ്പെട്ട് പോയത് ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് ലെപ്രസി സാനറ്റോറിയത്തിലേക്കാണ്. അന്നത്തെ കാലത്ത് ഇത് 30 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. 30 വർഷത്തിന് മുമ്പ് ഒരിക്കലും ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി കിട്ടുന്ന ആൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് എനിക്ക് ലെപ്രസി സാനറ്റോറിയത്തിൽ ജോലി കിട്ടരുതേ എന്നാണ്. എന്നാൽ അത് വോളണ്ടറി ആയിട്ട് ലെപ്രസി സാനറ്റോറിയത്തിൽ ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയും അവിടെയുള്ള കുഷ്ഠരോഗികളെയൊക്കെ സ്വന്തം കൈകൊണ്ട് തലോടി അവർക്ക് ആശ്വാസം പകരുകയും ചെയ്ത മാതൃകാപരമായ ഒരു ആരോഗ്യ പ്രവർത്തകൻ കൂടിയാണ് ശ്രീ പി കെ ഗോപി എന്ന് മനസ്സിലാക്കണം. അത് കവി എന്നത് സ്നേഹം എഴുത്തിലും കവിതയിലും മാത്രമല്ല ജീവിതത്തിലും അത് അർത്ഥപൂർണമാക്കിയ ഒരു വല്ലാത്ത മനസ്സുള്ള ആളാണ് ശ്രീ പി കെ ഗോപി. അദ്ദേഹത്തിൻ്റെ ആ പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന സത്യസന്ധത അത് വളരെ പ്രധാനമാണ്. വളരെ സുതാര്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ പി കെ ഗോപി. അദ്ദേഹം എൻ്റെ വളരെ ബഹുമാനനായ ജ്യേഷ്ഠ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിയുക എന്നതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത, കവിതകൾക്കപ്പുറം അദ്ദേഹം സ്വന്തം കുടുംബത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലഘട്ടം, അന്ന് വിളക്കൊന്നുമില്ല, ടോർച്ചൊന്നുമില്ല, കറ്റച്ചൂട്ടിലൂടെ നടന്നുപോയി വയലിലൂടെ നടന്നുപോയ ബാല്യത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് വല്ലാത്ത ഗൃഹാതുരത്വം തോന്നുന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുകയും പുതുതലമുറയിൽപ്പെട്ട ആളുകൾ പഴയ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ബാലസാഹിത്യമാണ്. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ്. അത്തരത്തിൽ പൂർണ്ണമായും പ്രകൃതിയോടും ജീവിതത്തോടും മനുഷ്യനോടും വല്ലാതെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉത്തമനായ കവിയുടെ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞൊരു ഭാഗ്യമായി കരുതിക്കൊണ്ടും എൻ്റെ ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇത് പ്രസിദ്ധീകരിച്ച ശ്രീ ലിബി പബ്ലിക്കേഷൻസിലെ അക്ബർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. മഹമ്മൂദ് മാട്ടൂൽ നമ്മോട് സംസാരിക്കുന്നു. ശ്രീ ജയകുമാർ സാറും മോഹൻകുമാർ സാറും ഇവിടെ തന്നെ തുടരേണ്ടതാണ്. അടുത്ത സെഷൻ ആരംഭിക്കും. പ്രിയമുള്ളവരെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.